രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ എയർ ക്യാമ്പിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ജയശങ്കറുണ്ട്. ജയശങ്കർ, അവിടെ പതിവ് പോലെ പ്രതിഷേധങ്ങളൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. രാവിലെ തന്നെ തെളിവെടുപ്പ് നടത്തിയ പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു പോലീസ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എയർ ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നതറിയണം. ക്ലബ് 7-ൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം തിരികെ എയർ ക്യാമ്പിലേക്ക് മടക്കി എത്തിക്കുകയാണ്. ജയശങ്കർ, നമുക്ക് ആ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ വണ്ടി നേരെ ക്യാമ്പിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്, പുറത്തിറക്കുന്നില്ല അല്ലേ? ഇല്ല, എയർ ക്യാമ്പിൽ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അവിടെ ചോദ്യം ചെയ്യലാണ്. അതെ ഡോക്ടർ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടവുമായുള്ള പോലീസ് വാഹനം എയർ ക്യാമ്പിനുള്ളിലേക്ക് പോയി. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കനത്ത സുരക്ഷയാണ് എയർ ക്യാമ്പിന് മുന്നിൽ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്ത പോലീസ് ഒരുക്കിയിരുന്നത്. പക്ഷേ താൽക്കാലികമായി രാവിലെയാണ്, പുലർച്ചെ സമയമാണ്, ഈ യുവജന സംഘടനകളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് പ്രതിഷേധമായി എത്തിയില്ല. പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വളരെ തന്ത്രപരമായാണ് ഈ പുലർച്ചെയുള്ള തെളിവെടുപ്പെന്ന നീക്കത്തിലേക്ക് എത്തിയത്. ഈ പ്രതിഷേധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ പുലർച്ചെ ഒരു പരിശോധന എന്ന കാര്യത്തിലേക്ക് നീങ്ങിയെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പിനിടെ രാഹുൽ കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോട്ടലിലെ ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ താൻ വന്നിരുന്നു എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പെൺകുട്ടിയാണ് ഈ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും രാഹുൽ BR എന്ന പേര് ഈ പെൺകുട്ടിയാണ് എഴുതി ചേർത്തതെന്നും രാഹുൽ പറഞ്ഞിരുന്നു. എന്തായാലും അക്കാര്യം ക്ലബ് 7-ൽ പരിശോധനയ്ക്കിടെ, തെളിവെടുപ്പിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പീഡിപ്പിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ പീഡനം നടത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അക്കാര്യത്തിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറഞ്ഞില്ല. പൊതുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ രാഹുലിനെ ചോദ്യം ചെയ്യാനിരുത്തുമ്പോൾ, ഈ ചോദ്യപ്പട്ടികയൊക്കെ നൽകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള മറുപടിയും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. ഒരു ചിരി മാത്രമാണ് നൽകുന്നത്. ഇത് അന്വേഷണം സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ അതിജീവിത നൽകിയ മൊഴിയും ഒപ്പം തന്നെ അവരുടെ പരാതിയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് ചോദ്യാവലി തയ്യാറാക്കിയത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വടകരയിലും പാലക്കാടിലെയും ഒക്കെ രാഹുലുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഈ അന്വേഷണ സംഘം പരിശോധന നടത്തും. വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ ഈ പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ രാഹുലിൻ്റെ ലാപ്ടോപ്പ് കണ്ടെത്താനുള്ള ചില നീക്കങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ഏറെ നിർണായകമായ ഒരു കാര്യം, ഒരു പക്ഷേ MLA ഹോസ്റ്റലിൽ വരെ സ്പീക്കറുടെ അനുമതി വാങ്ങി പോലീസ് പരിശോധന നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിനുള്ള ആലോചനകൾ നടത്തുന്നു. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ MLA ഹോസ്റ്റലിലെ റൂമിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. താങ്ക് യു ജയശങ്കർ. അപ്പോൾ ഇന്നത്തെ തെളിവെടുപ്പ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയി ഇനി ചോദ്യം ചെയ്യലാണ്. ലാപ്ടോപ്പ് കണ്ടെത്തണം, മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കണം. അത് അന്വേഷണ സംഘത്തിനോട് ഇതുവരെയും കൈമാറിയിട്ടില്ല. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകവുമാണ്. പ്രധാനപ്പെട്ട ചില തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. താൻ ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, ആ മുറിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഉഭയസമ്മത പ്രകാരമാണ് ആ ബന്ധം നടന്നത് എന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.